ചിരിച്ച് കളിച്ച് ബിഗ് ബോസ് വീട്ടിൽ ഉല്ലസിച്ച് നടക്കുന്ന ഒരാളുണ്ട്, രേണു സുധി. അസൂയല്ല കുശുമ്പുമില്ല, അതുകൊണ്ട് തന്നെ ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. ആര് കപ്പടിച്ചാലും രേണു സുധി ഉണ്ടാവും കൈയടിക്കാനും അവർ വന്ന് മനസ്സന്തോഷത്തോടു കൂടി കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കാനും. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. വീടിനുള്ളിൽ ഓടിച്ചാടി കളിച്ച് നടക്കുന്ന രേണു സുധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഒനിലും അഭിലാഷും ഒക്കെ എത്തിയിരിക്കുന്നത്. രേണുവിനെ കുറിച്ച് ഇത്രമാത്രം പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് അനീഷും ഷാനവാസ് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതിന് മാത്രം എന്താണ് രേണു വീട്ടിൽ കാണിച്ചിരിക്കുന്നതെന്ന്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അല്പസമയം മുമ്പ് ഒനിലും അഭിലാഷും ഷാനവാസും അനീഷും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ഇവർ സംസാരിക്കുന്നത് രേണു സുധിയെക്കുറിച്ചാണ്. രേണു ആണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ ഓടിക്കളിച്ച് എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലൈവിൽ ഒരുപാടൊന്നും രേണുവിനെ ബിഗ് ബോസ് ക്യാമറയിൽ കാണിക്കുന്നില്ലെങ്കിലും രേണുവിൻ്റെ ശബ്ദം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കേൾക്കാട്ടോ. രാവിലെ സ്മോക്കിംഗ് റൂമിലിരുന്ന് അഭിലാഷ് എന്നെ ഒനിലിനോട് പറയുന്നുണ്ടായിരുന്നു, രേണു ആണല്ലേ, രേണു ഇവിടെ നിൽക്കണമായിരുന്നു, അവരാണ് യഥാർത്ഥ ലേഡി എന്ന്. അവരിവിടെ മറ്റുള്ളവരെ പോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും നിൽക്കുന്നില്ല. വരുന്നു, സംസാരിക്കുന്നു, പോകുന്നു, എന്ത് ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അവരാണ് യഥാർത്ഥ ഗെയിമർ, നമ്മളൊന്നും അല്ലടാ ഗെയിമേഴ്സ്, അവരാണ് യഥാർത്ഥ ഗെയിമർ, അവരൊന്നും പോവേണ്ടവരല്ലെന്ന് രാവിലെ സ്മോക്കിംഗ് റൂമിൽ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് നമ്മളെ പ്രേക്ഷകരെ കാണിച്ചു. അത് 100% ഞാൻ യോജിക്കുന്നു. കാരണം രേണു സുധി ജീവിക്കാൻ വന്നതാണ്, ഒരിക്കലും ഫേക്ക് ജീവിതം അല്ലായിരുന്നു. അവർ യഥാർത്ഥത്തിൽ എന്താണെന്ന് പ്രേക്ഷകരെ കാണിക്കാനായിട്ട് വന്നതാണ്. നെഗറ്റീവ് ഇമേജോട് കൂടിയിട്ടാണ് രേണു ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നത്. വന്ന് കയറിയപ്പോൾ മുതൽ രേണു സുധി മുകളിൽ നോക്കി സുധിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞതുപോലും രേണുവിന് ഭയങ്കര നെഗറ്റീവായിട്ടാണ് പുറത്തു വന്നത്. പിന്നീട് ഓരോ ദിവസം കഴിയുന്നോറും പ്രേക്ഷകർക്ക് രേണുവിനോടുള്ള സ്നേഹം കൂടി വന്നു. യഥാർത്ഥത്തിൽ രേണു ജീവിക്കുകയായിരുന്നു. ആ ജീവിതം കണ്ടിട്ട് തന്നെയായിരിക്കാം പ്രേക്ഷകർ സ്വീകരിച്ചത്. രേണു ഒരിക്കലും പുറത്തു പോവില്ലായിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ രേണു ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് ആ ലാലേട്ടൻ്റെ അടുത്ത് രേണു അങ്ങനെ ഇല്ല ലാലേട്ട എനിക്ക് പോവണ്ട, ഇനി ഞാൻ കരയില്ല എന്നുള്ളൊരൊറ്റ വാക്ക് രേണു പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫിനാലയിൽ ഒരാളായി രേണു ഉണ്ടാവുമായിരുന്നു. അതൊരു കാണിയായിട്ടല്ല, മത്സരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട്. പക്ഷേ രേണുവിന് അതിനോടൊന്നല്ല താല്പര്യം. അത് നഷ്ടപ്പെട്ടതിലും സങ്കടമൊന്നും ഇല്ലാതെയാണ് കേട്ടോ വീട്ടിലിങ്ങനെ പാറി പറന്ന് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. രേണു സുധിയെ എന്ത് ഇഷ്ടമാണ് എല്ലാവർക്കും, എന്തുമാത്രം സപ്പോർട്ടാണ് അവർക്ക്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അവരന്ന് പോയില്ലായിരുന്നെങ്കിൽ ഇന്നും അവരുടെ ഉണ്ടാവുമായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടാവുമായിരുന്നു. രേണു ഉറപ്പായിട്ടും ഉണ്ടാവുമായിരുന്നു. അത്രമാത്രം പ്രേക്ഷക സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ആ സമയത്ത് അനീഷും ഷാനവാസൊക്കെ ഞെട്ടി നിൽക്കണം. ആണോ, എന്താണിത് കാണിച്ചിരിക്കുന്ന രേണു അതിന് മാത്രം? അപ്പോൾ ഒന്നിൽ പറയുന്നുണ്ട്, നമ്മൾ കാണുന്നില്ലെന്നുള്ളൂ, ബിഗ് ബോസ് എല്ലാം കാണുന്നുണ്ട്, അവർക്ക് വേണ്ട കാര്യം അവർ ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മളത് കണ്ടില്ല. അവർ നമ്മളെ കാണിക്കാനല്ല ചെയ്തുകൊണ്ടിരുന്നത്, അവർക്ക് ഈ ഗെയിം എന്താണെന്ന് നല്ലോണം അറിയാം, അവർ നല്ല രീതിയിൽ കളിച്ചു എന്ന്. അതിനോട് ഞാൻ അത്രയ്ക്ക് യോജിക്കുന്നില്ലെങ്കിലും രേണു ചെയ്യേണ്ടത് ചെയ്തിരുന്നു. പക്ഷേ അധികമൊന്നും പ്രേക്ഷകർ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ നെഗറ്റീവോട് കൂടിയിട്ടാണ് വീട്ടിലകത്തേക്ക് കയറിയത്. പക്ഷേ അവരുടെ ജീവിതം കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, പലരുടെയും ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും സ്നേഹം വോട്ടുകളായി രേണുവിന് കിട്ടിക്കൊണ്ടിരുന്നത്. രേണു എന്താണെന്നും എങ്ങനെയാണെന്നും അവരെങ്ങനെയാണ് ഈ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്നും പ്രേക്ഷകരെ അവർ കാണിച്ചു കൊടുത്തു. അത് പ്രേക്ഷകർ സ്വീകരിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര സപ്പോർട്ട് എന്ന്. രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു വാക്കുകളെല്ലാം ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ രേണുവിൻ്റെ മനസ്സിൻ്റെ ഒരു പ്യൂരിറ്റി കൊണ്ട് തന്നെ ആയിരിക്കാം അവർക്കിപ്പോൾ ഇൻ്റർനാഷണൽ ഇനോഗ്രേഷനോ കൊളാബറേഷനൊക്കെ കിട്ടുന്നത്. മാത്രമല്ല ഒരു ആഡൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ലൈവിൽ. അതൊക്കെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, വലിയ വലിയ കാര്യങ്ങളാണ്. ഇവിടെയുള്ള മറ്റുള്ളവർക്ക് കിട്ടാത്ത, അതായത് 10-26 പേര് വന്നതിൽ ബാക്കിയുള്ള 24-25 പേർക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് രേണുവിനെ കിട്ടിയിട്ടുള്ളത്. അത് അങ്ങനെയെങ്കിൽ അവരിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാകും. കേരളം മൊത്തം അറിഞ്ഞിട്ടാണ് രേണു വീടിനകത്തേക്ക് കയറിയത്. അത് നെഗറ്റീവായിട്ട് തന്നെയാണ്, പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ടാവായിരിക്കാം. രേണുവിന് കിട്ടിയ നേട്ടത്തിൽ ഇതുവരെയും ഒരു അഹങ്കാരമോ ഒരു ജാടയോ കാണിക്കാതെയാണ് രേണു വീടിനകത്തേക്ക് കയറിയത്. ആ എൻട്രി തന്നെ അടിപൊളിയായിരുന്നു. ഓരോ കണ്ടസ്റ്റൻസിനോട് പെരുമാറുന്ന പെരുമാറ്റം, അവരോട് സംസാരിക്കുന്ന രീതി, ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരുപക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അതായത് മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്ക് ഉണ്ടാവുന്ന ഇൻസ്പിറേഷൻ, അത് വലുത് തന്നെയാണ്. ഇപ്പോൾ ഫിനാലയിൽ രേണു ഇല്ലാതെ പോയത് വലിയൊരു നഷ്ടമാണ്. ഒരുപക്ഷെ അനുമോളുടെ കൂടെ രേണു സുധിയും കൂടെ ഉണ്ടാവേണ്ടതായിരുന്നു. എന്തായാലും ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇപ്പോൾ അവർക്ക് നല്ലൊരു സമയം വന്നത്, ദൈവത്തോട് നന്ദി പറയാം. ഇന്ന് രാവിലെ നിവിൻ്റെ അടുത്ത് രേണു പറയുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ, സുധിച്ചേട്ടൻ ഇല്ലാതെ ആയിപ്പോയല്ലോ ഇതൊക്കെ കാണാനെന്ന്. ഇപ്പോൾ ഇങ്ങനൊരു ജീവിതം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അനീഷ് ചോദിക്കുന്നുണ്ട്, ഞാനും രേണുവും കൂടി നടക്കുന്ന ആ ഒരു സംഭവമല്ലേ, കണ്ണടച്ചത് കണ്ടു, ഇവിടെ എന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അതൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുണ്ടല്ലേ എന്ന്. അതൊക്കെ ഹിറ്റായിട്ടുണ്ട് എന്നൊക്കെ. എന്തായാലും രേണുവിന് കിട്ടിയൊരു ഹൈപ്പ് എനിക്ക് തോന്നുന്നില്ല സീസൺ 7 വിന്നർക്ക് വരെ കിട്ടും എന്ന്. സങ്കടങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിലും അതെല്ലാം മറന്ന് പാറിപ്പറന്ന് വീടിനകത്ത് നടക്കുന്ന രേണു സുധിയെക്കുറിച്ച് പറയുന്ന ഈ ഒരു കോൺവെർസേഷൻ ലൈവിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. ഇനി എന്തൊക്കെ ഉണ്ടാകും എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.